ഗുഡ് ഡേ ആൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സഫിഷ്യൻസിയാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എക്സ്റ്റിമേറ്റ് ഗുഡ് എക്സ്റ്റിമേറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അതിന് 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. 1 അൺബയാസ്ഡ്നെസ് ആയിരിക്കണം, 2 കൺസിസ്റ്റൻസി ആയിരിക്കണം, 3 എഫിഷ്യൻസി ആയിരിക്കണം, 4 സഫിഷ്യൻസി ആയിരിക്കണം. നമ്മൾ ബാക്കി 3 പ്രോപ്പർട്ടി നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സഫിഷ്യൻസിയാണ്. സഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതായത് ഒരു എക്സ്റ്റിമേറ്റ് ടി എന്ന് പറയുന്നൊരു എക്സ്റ്റിമേറ്റ് തീറ്റയ്ക്ക് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ തീറ്റയെ പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷനും ഈ ടിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണെന്ന് പറയാം. അതായത് an estimate of a parameter theta is called a sufficient estimate if it contains all the information about theta contained in the sample. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റിനെ ഡിഫൈൻ ചെയ്യാം. അതായത് ടി ഡാഷും ടി ഈ രണ്ടും എന്താണ്? തീറ്റയുടെ എക്സ്റ്റിമേറ്റാണ്. ടി ഡാഷും ടിയും തീറ്റയുടെ എക്സ്റ്റിമേറ്റാണ്. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണ് തീറ്റയ്ക്ക് എന്ന് പറയണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ടി ഡാഷ് ഗിവൺ ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി എന്താണ്? സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണ് തീറ്റയ്ക്ക്. സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റ് ഫോർ തീറ്റ എന്ന് പറയും. ഓക്കെ, അതായത് ടി ഡാഷും ടി എന്ന് പറയുന്നത് 2 എക്സ്റ്റിമേറ്റ് ആണ്, തീറ്റയുടെ എക്സ്റ്റിമേറ്റ് ആണ്. ടി എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണെന്ന് പറയണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ടി ഡാഷ് ഗിവൺ ടി എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് തീറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് തീറ്റ ടേം അതിൽ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ടി സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ടി ഡാഷ് എന്ന് പറയുന്നത് എനി അതർ അൺബയാസ്ഡ് എക്സ്റ്റിമേറ്റ് ഓഫ് തീറ്റ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ടി ഡാഷ് ഗിവൺ ടി എടുക്കുമ്പോൾ എന്താണ്? അത് കിട്ടുന്ന റിസൾട്ട് ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റ ആണ് എങ്കിൽ ടി എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് 2 ഡെഫിനിഷനും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇനി നമ്മൾ നോക്കുന്നത്, അതായത് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് തന്നിട്ട് അത് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നെയിം ആൻഡ് കണ്ടീഷൻസ് ഫോർ സഫിഷ്യൻസി വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഫിഷർ നെയിം ആൻഡ് ഫാക്ടറൈസേഷൻ തിയറം വെച്ചിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന ഒരു എക്സ്റ്റിമേറ്റ് സഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കുന്നത്. അതായത് ഫിഷർ നെയിം ആൻഡ് ഫാക്ടറൈസേഷൻ തിയറം. ഫിഷർ നെയിം ആൻഡ് ഫാക്ടറൈസേഷൻ തിയറം. ഫിഷർ നെയിം ആൻഡ് ഫാക്ടറൈസേഷൻ തിയറം. അതായത് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിളാണ്, സൈസ് n. റാൻഡം സാമ്പിളാണ് ഓഫ് സൈസ് n. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x1 തീറ്റ, നമ്മൾ തീറ്റയുടെ കേസാണ് പറയുന്നത്. ഓക്കെ, ഒരു പാരാമീറ്റർ തീറ്റ, ഒരു പാരാമീറ്ററുള്ള തീറ്റ. എഫ് ഓഫ് x1 തീറ്റ എഫ് ഓഫ് x2 തീറ്റ ഇൻറ്റു ആണ് എഫ് ഓഫ് x1 തീറ്റ ഇൻറ്റു s2 തീറ്റ എക്സെട്ര എഫ് ഓഫ് xn തീറ്റ. അതായത് ജോയിൻ്റ് PDF. ഈ ജോയിൻ്റ് PDF പറഞ്ഞ പേരാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ അറിയാം. ജോയിൻ്റ് PDF ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ജോയിൻ്റ് PDF ഓഫ് ദി സാമ്പിൾ, അതായത് എഫ് ഓഫ് x1 തീറ്റ ഇൻറ്റു എഫ് ഓഫ് x2 തീറ്റ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് xn തീറ്റ പറഞ്ഞ പേരാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് L ഓഫ്
x1, x2, etc. xn, തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് x1, തീറ്റ ഇൻറ്റു എഫ് ഓഫ് x2, തീറ്റ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് xn, തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നൊരു എക്സ്റ്റിമേറ്റ് തീറ്റയ്ക്ക് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞെങ്കിൽ, ടി എന്ന് പറയുന്ന എസ്റ്റിമേറ്റ് തീറ്റയ്ക്ക് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ, അതായത് L1, L of x2, etc. xn, തീറ്റയെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റണം. അതായത് L1 of t, തീറ്റ ഇൻറ്റു L2 of x1, x2, etc. xn എന്ന് എഴുതാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി എന്ന് പറയുന്നത് തീറ്റയ്ക്കും സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ L1 of t, തീറ്റ എന്ന് പറയുന്നത് ടിയുടെയും തീറ്റയുടെയും ഫംഗ്ഷൻ ആയിരിക്കണം ഇതിലുണ്ടാവുക. L2 of x1, x2, etc. xn എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് തീറ്റ ആയിരുന്നു. ഈ ടേമിൽ തീറ്റയുടെ വാല്യൂ വരാൻ പാടില്ല. എക്സിൻ്റെ ഫംഗ്ഷൻ മാത്രമേ ഇതിൽ വരാൻ പാടുള്ളൂ. അപ്പം ഈ രീതിയിൽ ഇതാണ് ഫിഷർ നെയ്മൻ ഫാക്ടറൈസേഷൻ തിയറം പറയുന്നത്. അതായത് x1, x2, etc. xn നിന്ന് റാൻഡം സാമ്പിളാണ്, സൈസ് n ആണ്. അങ്ങനെ ജോയിൻറ്റ് PDF, അതായത് എഫ് ഓഫ് x1, തീറ്റ ഇൻറ്റു എഫ് ഓഫ് x2, തീറ്റ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് xn, തീറ്റ എന്നതാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ്. ആ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ ടി എന്ന് പറയുന്നത് തീറ്റയ്ക്ക് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞെങ്കിൽ ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ ഈ രീതി L1 of t, തീറ്റ ഇൻറ്റു L2 of x1, x2, etc. xn എന്ന് എഴുതാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ആണെന്ന് പറയാൻ പറ്റും. അതാണ് എന്താണ് ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം. ഇമ്പോർട്ടൻ്റ് ആണ്. x1, x2, etc. be a random sample from a population with PDF f of x, തീറ്റ എൻ്റെ ജോയിൻറ്റ് PDF-നെയാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടി എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് എക്സ്റ്റിമേറ്റ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റണം. L1 of t എന്ന് പറയുന്നത് ടിയും തീറ്റയെ വരാൻ പാടുള്ളൂ. L2 എന്ന് പറയുന്നത് എക്സിൻ്റെ ടേംസ് വരാൻ പാടുള്ളൂ. അപ്പം ഇതാണ് നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം, അല്ലെങ്കിൽ ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം എന്ന് പറയുന്നത്. പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ഇടാം.